കൊല്ലം സിറ്റി പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് ആശ്രമം മൈതാനത്ത് വൃക്ഷത്തൈ നടിയിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ആശ്രമം മൈതാനത്ത് 35ഓളം മാവിൻ തൈകൾ നട്ടുകൊണ്ടാണ് ഇതിന്റെ ഈ ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ ഒരു ക്യാമ്പയിൻ ഇവിടെ ആരംഭിക്കുകയും ചെയ്യുന്നത്. നേരത്തെ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അടക്കം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിനോദ് കുമാർ ഇപ്പോൾ ഈ വൃക്ഷത്തൈ നടുകയാണ്. മാവിൻ തൈ നട്ടുകൊണ്ടാണ് ഈ ഇതിന്റെ പ്രചരണം നടത്തുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പോലീസാണ് ഏറ്റവും കൂടുതൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് കൊല്ലം നഗരത്തിൽ ഇപ്പോൾ നടത്തുന്നത്. വിനോദ് സാർ, ഒരു ലഹരിവിരുദ്ധ സന്ദേശം കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്, പ്രത്യേകിച്ച് മാവിൻ തൈ നട്ടുകൊണ്ടാണ്. കാരണം ഇവിടെ എല്ലാം അക്വേഷ്യയൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ്. അതെ, കാരണം ഇവിടെ സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ വനവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് ഈ അക്കേഷ്യ, ഇപ്പോൾ തന്നെ കളക്ടർ സാർ പറഞ്ഞു കേട്ടില്ലേ, അക്കേഷ്യ ഇല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ ഈ പഴയ പെരുമരം, അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും വളവും വെള്ളവും ഈ സാധനം വലിച്ചെടുത്തിട്ട് ഇത് വളരും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നുമില്ല, ദോഷങ്ങളുള്ളൂ. പ്രത്യേകിച്ച് അക്കേഷ്യയുടെയൊക്കെ പൂമ്പൊടി എന്നൊക്കെ പറയുന്നത് ആസ്മയ്ക്ക് വരെ കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കി തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ പോകുന്ന റോഡിൻ്റെ വക്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന പെരുമരം, അങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകിച്ച് ഗുണമില്ല, തണല് മാത്രം കിട്ടുന്ന വൃക്ഷങ്ങളാണ്. അത് അലക്കുണ്ട്. പലപ്പോഴും അതിന് പകരം കുറച്ച് മാവോ പ്ലാവോ നെല്ലിയോ പേരയോ ഇതൊക്കെ നടുവാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അത് കിളിക്കും, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ആരെങ്കിലും എൻ്റെ വീട്ടിൽ പോയി 2 മാങ്ങ കിട്ടും. യുവാക്കൾക്കൊരു ആവേശം കൂടിയാണ്. കാരണം വെറുതെ വന്നിരിക്കുന്ന സമയത്ത് ഒരു വൃക്ഷത്തൈയുമായി വന്നിരുന്ന് ഇവിടെ നടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രകൃതി സ്നേഹം കൂടിയായി. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാനല്ലേ പറഞ്ഞു. കാരണം ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ മാവ് പ്ലാവ് ഇങ്ങനെയുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ അരിക്കൊമ്പൻ്റെ കണക്കുള്ള കാട്ടാനുകൾ കാട് വിട്ടിട്ട് നാട്ടിലേക്ക് വരുന്നത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണ്. ഈ കാട്ടിൽ ഇഷ്ടംപോലെ കാടുണ്ട്, ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണക്ക് കുറച്ച് പ്ലാവോ കുറച്ച് മാവോ കൊണ്ടുവന്ന് കാട്ടി കൊണ്ടുവന്ന് ചൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഫോറസ്റ്റിൻ്റെ അവരെ ഒന്ന് ടേക്കപ്പ് ചെയ്തിട്ട് ഒരു 10-500 പ്ലാവുകളോ 10-500 മാവുകളോ പേരയൊക്കെ കൊണ്ടു ചെന്ന് കാട്ടി നടുകയാണെന്നുണ്ടെങ്കിൽ കിളികളും എനർജി അങ്ങനെയും കൂടി ഉപയോഗിക്കാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉപയോഗിച്ചൂടെ, നല്ലല്ലേ. ഈ അസോസിയേഷൻ ഇത്തരം ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്താണ് സാറേ? കാരണം ലഹരിവിരുദ്ധ സന്ദേശത്തിന് വൃക്ഷത്തൈ നടുക നമ്മുടെ കേരള പോലീസ് ഓഫീസർ കൊല്ലം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴേ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വനമിത്ര അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ജില്ലയിലെ സംസ്ഥാന സംഘടനയാണ്, ഏക ഔദ്യോഗിക സംഘടനയാണ്. അങ്ങനെയുള്ള പ്രോഗ്രാമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 34ാം സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് കൊട്ടിയത്ത് സ്കൂളിൽ 34 പറങ്കാവൻ തൈ നട്ടുകൊണ്ടാണ് നടത്തിയതെങ്കിൽ ഈ വർഷം നമ്മൾ 35ാമത് ജില്ലാ സമ്മേളനമായതുകൊണ്ട് 35 മാവൻ തൈ. പൊതുവേ ഇതിനകത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് മാവൻ തൈ തിരഞ്ഞെടുത്തത്. ഒരു ദിവസം കൊണ്ട് നട്ടുപോകുക എന്നുള്ളതല്ലാണ്. ഇതിലെ മാങ്ങ ഞങ്ങളുടെ മക്കളുമെല്ലാം തന്നെ കഴിക്കണമെന്ന് ആഗ്രഹം. സംരക്ഷണം കൂടി പോലീസ് ഏറ്റെടുക്കുക തീർച്ചയായിട്ടും പറ്റും. ഇത് കണ്ടാൽ മനസ്സിലാവും തന്നെ. ഇപ്പം തന്നെ നമ്മൾ ടാങ്കെല്ലാം വെച്ച് കഴിഞ്ഞു. ദിവസവും കോർപ്പറേഷനിൽ വെള്ളം ഉണ്ടാവും. വൈകിട്ട് നമ്മളെ ക്രൈംബ്രാഞ്ചിലടക്കം ഞങ്ങൾ നിരീക്ഷിക്കും കേട്ടോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം വരുന്നത്. പിന്നെ പോലീസ് പൊതുവെ ഇത്തരം കൂടുതൽ ജനങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജനമൈത്രി പോലീസിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾ വളർന്നു വരാൻ പോകുന്ന ഞങ്ങളുടെ SPC കുട്ടികൾ, അവരാണ് ഈ പ്രോഗ്രാമിൽ തന്നെ വളരെ എന്ന് പറയുന്നത് സ്വാഭാവികമായും പോലീസിന്റെ നിലവിലുള്ള കരുത്ത് കൂടിയായി മാറുകയാണ് അല്ലേ? ഈ നിലവിൽ ഈ പോലീസ് ഓഫീസേഴ്സ് നിങ്ങളുടെയൊക്കെ സാർമാർ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ കിടക്കുന്നുണ്ടോ സ്കൂളിലൊക്കെ? അതെ, നടത്തുന്നുണ്ട്. ഞങ്ങൾ പക്ഷികൾക്കൊക്കെ വെള്ളം, അത് ഞങ്ങളുടെ പ്രോഗ്രാമാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമൊന്നുമില്ല. അവനവൻ തീരുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അടുത്ത് പോരുത്, അത് തൊട്ടാൽ പൊള്ളും എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ അത് അവർ അനുഭവിച്ച് അറിയാനായിട്ട് നോക്കിയിരിക്കരുത്. അപ്പം അതായത് എന്തായാലും അനുഭവമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ശ്രീകണ്ഠൻ സാർ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എല്ലാ എന്ന് രാവിലെ മുതലേ TV കാണാറുണ്ട്. രാവിലെ മുതലേ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് ഈ പ്രായത്തിലും അദ്ദേഹം എന്തുമാത്രം ആക്റ്റീവായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാർ, വലിയൊരു ദൗത്യം പോലീസ് ഏറ്റെടുക്കുകയാണ്. ആ ദൗത്യത്തിന് ഒപ്പം എങ്ങനെയാണ് പോലീസിന്റെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ? പോലീസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണിത്. നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര അവാർഡ് കരസ്ഥമാക്കിയ ഈ ഏക സംഘടനയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ലഹരിക്കെതിരെ ഉള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും കൂടെ ഈ വനവൽക്കരണം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ മാവ് നട്ടുകൊണ്ട് നമ്മൾ ഒരു മാതൃക കാണിക്കുന്നത്. ഇതിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും നമ്മുടെ സംഘടന തന്നെ ഏറ്റെടുത്ത് നടത്തും. ഈ ജില്ലയിൽ, കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ അതുപോലെ തന്നെ ഈ പോലീസ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ NSSന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്, SPCക്കൊപ്പം തന്നെ NSS, അങ്ങനെ എല്ലാ സംഘടനകളെയും ഉൾക്കൊള്ളിക്കുകയാണ് അല്ലേ? അതെ, ഇവിടുത്തെയാണ് ഞങ്ങൾ കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS വോളണ്ടിയേഴ്സാണ്. ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് ഭാവിയിലോട്ട് ഒരുപാട് പ്രയോജനം മാത്രം പോലെ പരിപാലിക്കുക കൂടെ വേണം. വല്ലപ്പോഴും ആശ്രമ മൈതാനത്ത് ഉറപ്പായും പരിപാലിക്കും. വെള്ളവുമായിട്ടായിരിക്കും എല്ലാ ദിവസവും ആശ്രമ മൈതാനത്ത് വരുമ്പോഴെല്ലാം ഉണ്ടാവും.
അപ്പം എന്തായാലും ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. SPCയുടെ അടക്കം കുട്ടികൾ ഇവിടെ ചേരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ SPC എങ്ങനെയാണ് ഇതിനെ നോക്കി? SPCയിൽ വന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ക്രെഡിറ്റാണുള്ളത്. ഈ എന്താണ് പ്രകൃതി ഇത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡേയും അതിനൊക്കെ എന്ത് ദിവസം വന്നാലും ഒരു തൈ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ സ്കൂളുകളിൽ ശക്തമാണോ? ആണ് വളരെയധികം. അതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് ലഹരികൾ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് പകരം നിയമവശങ്ങൾ വിശദമാക്കി പറയുമ്പോൾ കേഡറ്റുകൾ ഇതൊരു പോലീസിനൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടോ നമ്മുടെ സമീപത്ത്, നമ്മുടെ സ്കൂളുകളുടെ സമീപത്ത് ലഹരിയുമായി എത്തുന്നവരെ സംബന്ധിച്ച്? തീർച്ചയായും കുട്ടികൾക്കിടയിലും അതൊരു നമുക്ക് കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവരെ ആ നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് SPC ഒരു നല്ല മാർഗ്ഗമാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കൊല്ലം ജില്ലയിലും കൊല്ലം സിറ്റി ലിമിറ്റിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദൗത്യം അത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. കുട്ടികളെ അടക്കം ഉപയോഗിച്ച് സമൂഹത്തിന് നാനാ തുറകളിൽ ഉള്ളവരെ ഉൾക്കൊള്ളിച്ചാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ ശ്രീകാന്ത് PS-നൊപ്പം അരുൺ, S24.